ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫൈൻ മണ്ടോട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇവിടെ ഞാനും വൈറ്റ് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും വെച്ചിട്ടാണ് ഈ ഒരു ഡ്രീം കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഞാനിവിടെ കേക്ക് തയ്യാറാക്കാനുള്ള മോൾഡ് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു മോൾഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് മൈദ ഇതുപോലെ തൂവി കൊടുക്കുക. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാം. ഇതിനായിട്ട് 1 കപ്പ് മൈദ, 1/2 കപ്പ് ബേക്കിംഗ് പൗഡർ, 1/4 കപ്പ് ബേക്കിംഗ് സോഡ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ മുതലായവ 3 തവണയായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ബാറ്റർ തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നായിട്ട് ഷുഗർ ആഡ് ചെയ്യരുത്. ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുത്തുകൊണ്ട് അടിച്ച് പതിപ്പിച്ചെടുക്കണം. ഇപ്പോൾ എഗ്ഗ് ഇവിടെ ഞാൻ നന്നായി ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് 2 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിരുന്ന ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 പാർട്ടായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. ഒന്നായിട്ട് കുത്തി ഇളക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ കുത്തി ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാറ്റർ പൊന്തി വന്നത് പെട്ടെന്ന് താന്നു പോവും. അപ്പം നമ്മളെ കേക്ക് അത്ര നല്ല സോഫ്റ്റ് ആവില്ല. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് മിൽക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി പാകാക്കാനാണ്. ഈ ഒരു ബാറ്റർ മോൾഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായി ടാപ്പ് ചെയ്തതിൻ്റെ ശേഷം പ്രീ ഹീറ്റ് ആക്കിയിരുന്ന ഈ ഒരു മോൾഡിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എനിക്ക് 45 മിനിറ്റാണ് ബേക്കിംഗ് ടൈം എടുത്തിട്ടുള്ളത്. ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായി ഞാനിവിടെ 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് അത് നന്നായി തിളച്ച് വരുമ്പോൾ മാറ്റി വെക്കാം. ഈ ഒരു പാൻ എടുത്ത് അതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 50 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരേ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒന്നുകിൽ ഡബിൾ ബോയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ സെക്കൻഡ് ലെയർ തയ്യാറാക്കാനായി ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഒരു മെൽറ്റ് ചെയ്ത ചോക്ലേറ്റിൻ്റെ സിറപ്പ് 1/4 കപ്പ് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യാണ്. ചോക്ലേറ്റ് കുറവാണ്, നിങ്ങൾക്ക് കുറച്ച് വേണം തോന്നുകയാണെങ്കിൽ ഇനിയും വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ എനിക്ക് കുറച്ചും കൂടി ഫ്ലേവർ ചോക്ലേറ്റിന് വേണം തോന്നിയപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണും കൂടി മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുകയാണ്. കേക്ക് ഇവിടെ നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു മോൾഡിലേക്ക് തന്നെ ഞാൻ ഈ കേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ഈ ഒരു മിൽക്കിൻ്റെ ഈ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നാക്കി വെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് ലെയർ ആയിട്ടുള്ള ഈ വിപ്പിംഗ് ക്രീമിൻ്റെ ഈ ഒരു ചോക്ലേറ്റ് സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. ഇത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് തേർഡ് ലെയറിന് ആവശ്യമുള്ള വിപ്പിംഗ് ക്രീം 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 25 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും മെൽറ്റ് ചെയ്യാനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് ലെയറിന് എടുത്തിരുന്ന ചോക്ലേറ്റിൽ 1/4 കപ്പ് ചോക്ലേറ്റ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചോക്ലേറ്റിലേക്ക് ഞാൻ ആൽമണ്ട് പൊടിച്ചത് ചേർത്ത് കൊടുത്ത് മിക്സാക്കി വെക്കുന്നുണ്ട്. ഇത് നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായി മിക്സാക്കി എടുക്കാം. ഇത് തേർഡ് ലെയർ ആയിട്ട് ഈ ഒരു മോൾഡിൻ്റെ മുകളിലേക്ക് സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. ഇതൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഫോർത്ത് ലെയറിനായിട്ട് ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ഇതിന് പകരം ബട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മെൽറ്റായതിന് ശേഷം ഈ ഒരു ലെയർ മോൾഡിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ അത്യാവശ്യം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത്ര തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റിൻ്റെ അളവ് കുറക്കാം കേട്ടോ. ഇനി ഇത് 5 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതിവിടെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കൊക്കോ പൗഡർ ഇതുപോലെ സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം.
അപ്പോൾ ഇവിടെ ഫൈൻ വൺ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കാണുന്നവരൊക്കെ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.